ശനിയാഴ്ച ജോലി ഒഴിവാക്കുന്നതിൻ്റെ പേരിൽ ജീവനക്കാരുടെ അവധിയോ മറ്റ് ആനുകൂല്യങ്ങളോ വെട്ടിക്കുറയ്ക്കരുതെന്ന് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ. അല്ല രാഗനെ, നീ ഇപ്പോൾ ശനിയാഴ്ച കൂടി അവധിയാക്കുമ്പോഴത്തേക്കും ആഴ്ചയിൽ 5 ദിവസം പണിയെടുത്താൽ മതിയല്ലേ അവർക്ക്? അതിപ്പോൾ സർക്കാർ ഓർഡർ ആക്കിയല്ലേ? നീ ഇതാക്കാണ് കേട്ടാ, രാവെന്നോ പകലെന്നോ ഇല്ലാണ്ട് ആ പുരി വെയിലെടുത്തുനിന്ന് പണിയെടുക്കാൻ പാവങ്ങൾ. നമ്മളിപ്പോൾ സർക്കാർ ജീവനക്കാരുടെ കാര്യം സംസാരിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ഈ അവധി കൊടുത്തുകൊണ്ട് സർക്കാരിൻ്റെ ലാഭം എന്ന് പറയുന്നത് ആ ദിവസത്തെ കറണ്ട് ചാർജ് ലാഭിക്കാം. ലൈറ്റും ഫാനും അണഞ്ഞു കിടക്കും. ജീവനക്കാർക്കും സമ്മതമാണ്, സർവീസ് സംഘടനകൾക്കും എതിർപ്പില്ല. സർവീസ് സംഘടനകളൊക്കെ അനുകൂലിച്ചിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പേർക്ക് ആശങ്കകളുണ്ട്. ആ ആശങ്കകൾ അവർ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. ആരൊക്കെയാ അത് കാണാം. കൊച്ചിയിലെ വാണിജ്യ വ്യവസായികളുടെ സംഘടനയായ കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ചീഫ് സെക്രട്ടറിക്ക് നിവേദനം നൽകി. സർക്കാർ ഓഫീസുകളുടെ തുടർച്ചയായ പ്രവർത്തനം കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പ്രവൃത്തി ദിവസം വെട്ടിക്കുറയ്ക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മേഖലയിൽ പ്രതികൂല ധാരണ രൂപപ്പെടാൻ ഇടയാക്കുമെന്നും അവർ പറയുന്നു. അപ്പോൾ ഇതിൽ പ്രൈമറി തിങ്സ് ആയിട്ട് നമുക്ക് 100% ഡിജിറ്റൈസേഷൻ വരാതെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. നമുക്ക് ലിമിറ്റഡ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ വലിയൊരു ഇഷ്യൂ ആണ്. ഫിസിക്കൽ പ്രസൻസ് എല്ലായിടത്തും പോയി നിൽക്കേണ്ട ഒരു ആവശ്യം എല്ലാവരും പറയുന്നുണ്ട്. ഡിലേ ഇൻ ഗെറ്റിംഗ് അപ്രൂവൽസ്, എസ്പെഷ്യലി ലൈസൻസ് പോലത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്രൂവൽസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്ട്രിയിലുള്ളവർക്ക് ലൈസൻസും ഗ്രീവൻസ് റിഡ്രസൽസ് ഇതിനൊക്കെ നമുക്ക് സമയത്ത് അപ്രൂവൽ കിട്ടില്ലെങ്കിൽ ഇറ്റ് ഇസ് ബിക്കമിങ് വെരി ഡിഫിക്കൾട്ട് എന്നുള്ള ഇഷ്യൂസാണ് ഇപ്പോൾ തന്നെ ഉള്ളത്. വിത്ത് 6 day വീക്ക് എന്ന സിനാറിയോയിൽ പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ ഒരുപാട് എഫേർട്സ് ഗവൺമെൻറ് എടുക്കുന്നു. ഇതിനൊക്കെ സപ്പോർട്ട് സിസ്റ്റമും കൂടി ഉണ്ടാവണ്ടേ? സിസ്റ്റം ചുരുങ്ങിയാൽ നമുക്കത് ക്യാൻ ബി അച്ചീവ് ദാറ്റ്. എന്നാൽ ബിസിനസ് മേഖലയടക്കം മുന്നോട്ട് വയ്ക്കുന്ന ആശങ്കയെ ജീവനക്കാരുടെ സംഘടനകൾ തള്ളുകയാണ്. ഡിജിറ്റലൈസേഷൻ ഇപ്പോൾ ഏകദേശം ഒരു 70% പുറത്ത് ഡിപ്പാർട്ട്മെന്റൽ ഡിജിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞു. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും വരുന്നത് വരെ ഇത് കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് സംഘടന മുന്നോട്ട് വെക്കുന്ന ആശയം. ശനിയാഴ്ച ഇപ്പോൾ അവധി വന്നതുകൊണ്ട് ഇപ്പോൾ ബിസിനസ് മേഖലയിലുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. നിലവിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന സേവന ദൈർഘ്യത്തിൽ യാതൊരു കുറവും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ശനിയാഴ്ച ഇപ്പോൾ അവധിയായി മാറുകയാണെങ്കിൽ ആ ദിവസം വരുന്ന കുറവ് മറ്റ് ദിവസങ്ങളിൽ കൂട്ടി നൽകുക എന്നുള്ളതാണ്. നിരവധി പേർ ഓരോ ദിവസവും വിവിധ ആവശ്യങ്ങൾക്കായി വന്നു പോകുന്ന ഇടമാണ് എറണാകുളം കളക്ടറേറ്റ്. സർക്കാർ ജീവനക്കാരുടെ പ്രവൃത്തി ദിവസം ആഴ്ചയിൽ 6 നിന്ന് 5 ആക്കാനുള്ള നിർദ്ദേശം ഉയരുമ്പോൾ പൊതുജനങ്ങൾക്ക് ഇതിനോടുള്ള പ്രതികരണം എന്താണ്? നമുക്കൊന്ന് ആരായാം. ഇപ്പോൾ തന്നെ ആൾക്കാർക്ക് 4ാമത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ ഒരാളെ കാണാൻ വേണ്ടി വരുന്നത്. എല്ലാം ഉഴപ്പാണ്. ഇനിയിപ്പോൾ അത് കുറച്ചും കൂടി ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഞങ്ങളിങ്ങനെ ജോലി ചെയ്യുന്നു, വെയിലും കൊണ്ട് മഴയും കൊണ്ട് ജോലി ചെയ്യുന്നത്. ഞങ്ങൾ അവർ AC ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് എന്തിനാ 5 ദിവസം 6 ദിവസം ജോലി കിട്ടെ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്ന് തോന്നണില്ല. കാരണം ഇപ്പം തന്നെ ഓൺലൈനിലാക്കിയേക്കണം, അക്ഷയ വഴിയാണ്. അപ്പം അതിൻ്റെ വരുമ്പോഴേക്കും നമുക്കറിയാൻ പാടില്ല. നമുക്കത് ബുദ്ധിമുട്ടൊന്നും ആയിട്ട് തോന്നണില്ല. നിലവിലുള്ള പോലെ തന്നെ പോട്ടെ, അതല്ല എൻ്റെ ശരി. ഒന്നാമത്തത് ആ ടൈം അനുസരിച്ച് പണി ചെയ്യുന്നില്ല. ഇവർ നല്ല ഡ്യൂട്ടി ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ? നിലവിൽ ഇങ്ങനെ തന്നെ പോട്ടെ. നമുക്കിപ്പോൾ ചിലപ്പോൾ ശനിയാഴ്ചയാണ് വരണമെങ്കിൽ ശനിയാഴ്ച ആണ് കാര്യം നടക്കണ്ടെങ്കിൽ നമുക്ക് വരണ്ടേ. അപ്പോൾ ഒരു അടച്ചു വീട്ടിലിരുന്ന അതിന് ഉച്ചവരെയെങ്കിലും തുറന്നിരിക്കുക. സർക്കാർ ഓഫീസുകളുടെ പ്രവൃത്തി ദിവസം 5 ആക്കി കുറയ്ക്കുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങളുണ്ട്. പൊതുജനങ്ങളടക്കം കൂടുതൽ പേർ എതിർക്കുകയാണ്. മുൻപ് ഛത്തീസ്ഗഡ് സർക്കാർ 6 നിന്ന് 5 ആക്കി കുറയ്ക്കുകയും പുതിയ സർക്കാർ അത് പഴയ രീതിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ എല്ലാ വശങ്ങളും പരിശോധിച്ച് പരിഗണിച്ച് വേണ്ടത്ര അവധാനതയോടുകൂടി കാര്യങ്ങൾ നീക്കണം എന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജോയ്സിയാറിനും നിഖിലിനുമൊപ്പം യശ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.